പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാന അനുഭവ ധ്യാനത്തിന്റെ 37-ാം ദിവസത്തേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കാം. പരിശുദ്ധി അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ കരങ്ങൾ ചേർത്ത് വെച്ച് അമ്മേ മാതാവേ, കുർബാനയെ സ്നേഹിക്കുന്ന ഹൃദയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അമ്മ നമ്മളോട് ഇങ്ങനെ പറയും, മക്കളെ, അൾത്താരയോട് ചേർന്ന് നിൽക്കുന്നവരെ എൻ്റെ ദൈവം ഒരിക്കലും അനാഥരാക്കുകയില്ല. കുർബാനയെ സ്നേഹിക്കുവാനുള്ള ഹൃദയം ലഭിക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുർബാനയിലെ അനാഫറ എന്ന പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ സൂചന ഞാൻ തന്നു. സീറോ മലബാർ സഭയിൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന അദ്ദായി, മാറി ഇവരുടെ ഈ അനാഫറ മറ്റ് അനാഫറകളും ഇതുപോലെ അർത്ഥപൂർണ്ണമാണ്. സീറോ മലങ്കരയിലാണെങ്കിൽ ഒരു 8-10 അനാഫറകളുണ്ട്. മാറി മാറി അത് ഉപയോഗിക്കാൻ കഴിയും. അനാഫറ എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർത്തൽ അഥവാ സമർപ്പണം എന്നാണെന്ന് നമ്മൾ പറഞ്ഞു. കുരിശിൽ ഈശോ തന്നെ തന്നെ ഉയർത്തി, തന്നെ തന്നെ സമർപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലും ഒരു വിശുദ്ധീകരണം ഇതിലൂടെ സംഭവിക്കുമെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. ഈ അനാഫറ പ്രാർത്ഥനകൾ അതിൻ്റെ ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ ലിറ്റററ്റിക്കലായിട്ടുള്ള തലങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അത് നിങ്ങളിൽ പലർക്കും, പ്രത്യേകിച്ച് മതാധ്യാപകർക്കും സിസ്റ്റേഴ്സിനുമൊക്കെ അറിയാം. പക്ഷെ നമ്മളൊരു കാര്യം ഓർമ്മിക്കണം, ഈ അനാഫറ ഭാഗത്ത് 4 പ്രാർത്ഥനകൾക്കകത്തും വൈദികനാണ് കൂടുതൽ സമയവും പ്രാർത്ഥിക്കുന്നത്. ഒരു 75% സമയവും. ജനങ്ങൾക്ക് വളരെ കുറച്ച് പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളതിൽ ഏകാഗ്രത കിട്ടണമെങ്കിൽ നല്ല ധ്യാനാത്മകമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പങ്കുചേരണം. പുസ്തകത്തിൽ നോക്കി ഏകാഗ്രത കിട്ടാൻ ശ്രമിക്കുക. സത്യത്തിൽ ആത്മീയപിതാക്കന്മാരൊക്കെ പറയുന്നത് കണ്ണുകളടച്ച് ധ്യാനാത്മകമായിട്ട് ഓരോ പ്രാർത്ഥനയും നമുക്ക് അനുഭവിക്കാൻ കഴിയണം, ആസ്വദിക്കാൻ കഴിയണം. സ്വർഗീയ പിതാവേ എന്ന് വിളിക്കുമ്പോൾ സ്വർഗീയ പിതാവ് നമ്മുടെ മുൻപിൽ കടന്നു വരണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്ന് അച്ഛൻ ചൊല്ലുമ്പോൾ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് 1-ാമത്തെ ഗഹന്ത പ്രാർത്ഥന അല്ലെങ്കിൽ കാനോനായിലേക്ക്, പ്രണാമജപത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുർബാന മുഴുവൻ നന്ദിയുടെ അനുഭവമാണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ വൈദികൻ ധ്യാനാത്മകമായിട്ടിത് ചൊല്ലുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് ഹൃദയപൂർവ്വം നമ്മൾ നന്ദി പറയണം. സത്യത്തിലെ രക്ഷയുടെ അനുഭവം, അതാണ് പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത്. ഈശോ നമ്മെ സൃഷ്ടിച്ചു, നമ്മെ രക്ഷിച്ചു, കുരിശിൽ മരിച്ച് നമ്മെ വീണ്ടെടുത്ത്. ഈ ഒരു അനുഭവം യഥാർത്ഥത്തിൽ നിറഞ്ഞാൽ മാത്രമേ നന്ദി പറയാൻ കഴിയുകയുള്ളൂ. ജോലി കിട്ടി, വിസ കിട്ടി, രോഗം മാറി, ഇതൊക്കെ പറയുമ്പോൾ താൽക്കാലികമായിട്ടൊരു നന്ദിയുടെ മനസ്സുണ്ടാകും. പക്ഷേ ഹൃദയം മുഴുവൻ ദൈവത്തിലേക്ക് ഉയർത്തണമെങ്കിലും രക്ഷയിലൂടെ കിട്ടിയ അനുഭവങ്ങൾ ഓരോന്നും ഓർക്കണം. എങ്കിലും വ്യക്തിപരമായി കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ഓർക്കാൻ കഴിയണം. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും, കണ്ടോ, നമ്മൾ പാപികളാണ്, പക്ഷെ ദൈവം കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. എന്നിട്ട് പറയുന്നു, അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ തികഞ്ഞ സ്നേഹവും ഉറച്ച പ്രത്യാശയും നമുക്ക് ദൈവം തന്നെയാണ് തരുന്നത്. നമ്മൾ അവിടെ അതിന് ആമേൻ പറഞ്ഞാണ് ദൈവജനം, ആമേൻ പറഞ്ഞുകൊണ്ട് ദൈവജനം ഈ ഒരു അനുഭവം സ്വന്തമാക്കണം. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും എന്ന് ആശംസിക്കുമ്പോൾ ആമേൻ എന്ന് പറയുമ്പോൾ, ദൈവമേ, ഈ തികഞ്ഞ സ്നേഹം, ഉറച്ച പ്രത്യാശ ഞങ്ങൾക്ക് തരണമേ. തികഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് ഗുരുവിൻ്റെ സ്നേഹമാണ്. ഗുരുവിൻ സ്നേഹമോട് ഈ യാഗം തിരുമുൻപാകെ അർപ്പിക്കാമെന്ന് നമ്മൾ ആദ്യം പാടിയില്ലേ? ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. വിശ്വാസം ഒരു ദാനമല്ലേ? അപ്പുറത്തുള്ളത് കാണാൻ കഴിയുന്ന അവസ്ഥ, വരാനിരിക്കുന്ന സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ നിറയണം. ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്ന വിശ്വാസമാണ്. അലകടലിൻ്റെ നടുവിൽ, തിരമാലകളുടെ നടുവിൽ വഞ്ചിയിൽ ഉറങ്ങുന്ന ഈശോ നമുക്ക് മാതൃകയായി മാറണം. ഒരു കൊച്ചു വിഷമമുണ്ടാകുമ്പോൾ നമ്മൾ എന്തുമാത്രം അസ്വസ്ഥരാകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓർമ്മിക്കണം, കാനാൻ ദേശത്ത് ഒരു ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച മോശയ്ക്ക് കാനാൻ ദേശത്ത് കുത്താൻ പറ്റാതെ വന്നപ്പോഴും അവിടെ ഇരുന്നു കൊണ്ട് കീർത്തനം ആലപിക്കുന്നത് നമ്മൾ പുറപ്പാടിൻ്റെ അവസാനം വായിക്കുന്നില്ലേ? ദൈവമേ, ആ തികഞ്ഞ സ്നേഹവും ഉറച്ച വിശ്വാസവും കിട്ടാൻ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ലൂക്കാ 17:5 അഭിഷേകം എല്ലാ മക്കളിലും നിറയട്ടെ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എല്ലാ വൈദികർക്കും, കുർബാന അർപ്പിക്കുന്ന വൈദികർക്കും ഈ ഒരു യോഗ്യത കിട്ടുവാൻ വേണ്ടി പ്രിയപ്പെട്ടവർ നമ്മൾ ആ സമയത്ത് പ്രാർത്ഥിക്കണം. അതിൻ്റെ അവസാനമാണ് അച്ഛൻ സമാധാനം ആശംസിക്കുന്നത്. ആ സമാധാനം നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, അത് ശാന്തമായ അവസ്ഥയല്ല, അത് ഉത്ഥാനം ചെയ്ത ഈശോ നമുക്ക് തന്ന അനുഗ്രഹമാണ്. മിശിഹായുടെ ജനന മരണ ഉത്ഥാനത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഒന്നാണ് ആ ശാലോം എന്ന് പറയുന്നത്. അതുകൊണ്ട് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോ ആശംസിച്ച ആ സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് നിറയുകയാണ്. ഈശോ വന്ന് നിറയുന്നതിലൂടെയാണ് നമുക്കത് കിട്ടുന്നത്. അത് വിശ്വാസത്തിൻ്റെ ജ്വലനമാണ്. 2 കൊരിന്തോസ് 13:5 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ. സമാധാനം നമ്മോട് കൂടെ എന്ന് പറയുമ്പോൾ ആ ഈ മിശിഹ നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്ന അവസ്ഥ. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം പോകാൻ കാരണം എന്താണ്? യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. അതിൻ്റെ അവസാനമാണ് സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് നമ്മൾ പരസ്പര സമാധാനം കൊടുക്കുകയാണ്. കൂപ്പുകൈകളോടുകൂടിയാണ് ഈ സമാധാനം ഓരോരുത്തരും നൽകുന്നയാൾ കൂപ്പുകൈകളോടുകൂടി നിൽക്കണം. എൻ്റെ ഹൃദയം നിനക്ക് നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വീകരിക്കുന്ന വ്യക്തി 2 കൈകളും തുറന്ന് നൽകുന്ന വ്യക്തിയുടെ, ഈ സമാധാനം നൽകുന്ന വ്യക്തിയുടെ കൂപ്പുകരം തൻ്റെ കരങ്ങൾക്കുള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ഇത് സ്വീകരിക്കുകയാണ്. കൊറോണ കാലത്ത് അതിന് വലിയ പ്രസക്തിയില്ല. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഹസ്തദാനം അനുവദനീയമല്ലാത്തത് കൊണ്ട് ശിരസ് നമിച്ച് സമാധാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെങ്കിലും ആ സമയത്തൊക്കെ നമുക്ക് അനുരഞ്ജനമില്ലാതെ കുർബാന അഭിഷേകമായി മാറുകയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തി അനേകം പേരുടെ പ്രതിനിധിയാണ്. എല്ലാവരെയും കൺമുൻപിൽ കണ്ടുകൊണ്ട് ഇന്നലെ എനിക്ക് സോറി പറയാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടാകും. കർത്താവേ, അവരെല്ലാം സമർപ്പിക്കുന്ന മനസ്സോടുകൂടി നമ്മുടെ തുറന്ന കൈകൾ എന്ന് പറയുന്നത് കുറ്റങ്ങളോടും കുറവുകളോടും കൂടി എല്ലാം ഉൾക്കൊണ്ട് സ്വീകരിക്കുന്ന അവസ്ഥയാണ്. ഹൃദയത്തിൽ എല്ലാവരെയും അംഗീകരിച്ച് സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ഇതൊരു വെറും ചടങ്ങായിട്ട് മാറരുത്. ദൈവമേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഉള്ളിലേക്ക് ഈ ഒരു സ്നേഹാനുഭവം നിറയട്ടെ. അനുരഞ്ജനം കൂടാതെ കുർബാന അനുഭവമാവുകയില്ല എന്ന് പലവട്ടം പറഞ്ഞത് ഇപ്പോഴെങ്കിലും കർത്താവേ നിറയട്ടെ. റോമാ 12:14 നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹൃദയത്തിൽ നമുക്ക് അനുരഞ്ജനം നിറയ്ക്കാൻ ശ്രമിക്കാം. അതിനുശേഷം ശുശ്രൂഷ ചെല്ലുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്. നമുക്കെല്ലാവർക്കും യഥാപത്തോടും വിശുദ്ധിയോടും കൂടി ചില പ്രത്യേക ദിവസങ്ങളിലൊക്കെ മരണം മൂലം വേർപെട്ടു പോയ പാത്രിയർക്കീസ്മാർ, മെത്രാന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. പക്ഷേ സമയത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ ഈ 2ാമത്തെ ആ പ്രാർത്ഥനയാണ് ശുശ്രൂഷ ചൊല്ലുന്നത്. അതിൻ്റെ അവസാന ഭാഗം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ശുശ്രൂഷ ചൊല്ലുന്നത് എന്താണെന്നറിയാമോ? കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. അപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ്, നമ്മുടെ കണ്ണുകൾ, വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരണം. കണ്ണുകൾ താഴ്ത്തി നിശബ്ദരായി ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. ആചരങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ പോരാ. അതിൻ്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത്? അച്ഛൻ സ്വകാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, ശക്തനായ ദൈവമേ, ബലഹീനനായ എന്നെ ദയാപൂർവം സഹായിക്കണമേ. അച്ഛൻ്റെ അയോഗ്യത മുഴുവൻ അവിടെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ചില ആഘോഷ ദിവസങ്ങളിലൊക്കെ ധൂപമുണ്ടാകും. അത് അപ്പോഴൊക്കെ ഓർമ്മിക്കണം, ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവം. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് അച്ഛൻ ചെയ്യുന്ന ഒരു ചെറിയ ശുശ്രൂഷയുണ്ട്. നിങ്ങളത് താഴെ നിന്നുകൊണ്ട്, ചെറിയ പള്ളിയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും മുൻപോട്ട് കയറി വന്ന് അച്ഛൻ ചെയ്യുന്നത് നിങ്ങളത് ശ്രദ്ധിക്കണം. വളരെ അർത്ഥപൂർണമാണ്. എന്താണെന്നറിയാമോ? അച്ഛൻ ശോശപ്പ മടക്കി അത് കാസാക്കും പീലാസാക്കും ചുറ്റും വെക്കുകയാണ്. ആത്മീയപിതാക്കന്മാർ പറയുന്നത് ഇത് വൈദികൻ സത്യത്തിൽ ഒരു കോട്ട കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? മിശിഹായുടെ ശരീരം പൊതിഞ്ഞ കല്ലറയെ ശോശപ്പ പ്രതീകവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ഓർമ്മിക്കണം. ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം മാത്രമാണ് പിന്നെ ഹൈക്കലായിൽ, നമ്മുടെ മനസ്സും ഹൃദയവും ആത്മാവും ഒക്കെ കാസായിലും പീലാസായിലുമായിരിക്കുകയാണ്.
അപ്പോൾ എന്താണ്, ആ കാസായ്ക്കും പീലാസായ്ക്കും ചുറ്റുമായിട്ട് വെക്കുന്ന ശോശപ്പ ഉത്ഥാനം ചെയ്ത ഈശോ നമുക്ക് തരുന്ന സംരക്ഷണത്തിന്റെ ഒരു കോട്ടയായിട്ട് നമ്മൾ കാണണം. അച്ഛൻ ആശീർവദിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, ഈ കോട്ട കെട്ടിക്കഴിയുമ്പോൾ നമുക്ക് പരിചിതമായ ഒരു വചനമുണ്ടല്ലോ, സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കിയിൽ, എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. അത് കോട്ട കെട്ടുകയാണ് ചെയ്യുന്നത്. 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യം, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുന്നു. ഞാൻ ഈ 2 വചനങ്ങൾ പറഞ്ഞത്, ഒരു വചനം കൂടി പറയുന്നു, ജോബ് 1:10, അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് ചെറിയൊരു ശുശ്രൂഷയാണെങ്കിലും പല ദിവസങ്ങളിലും എൻ്റെ ഉള്ളിൽ ഒരു അഭിഷേകം നിറയാറുണ്ട്. കാരണം ഞാൻ ശോശപ്പ മടക്കി ഈ കാസാക്കും പീലാസാക്കും ഒരു കോട്ട കെട്ടുന്നത് പോലെ വെക്കുമ്പോൾ, ദൈവമേ, എൻ്റെ ആത്മാവിനെ നീ സുരക്ഷിതമാക്കണമേ, എൻ്റെ മനസ്സിലേക്ക് മറ്റു നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാൻ അനുവദിക്കരുതേ. ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവമേ കോട്ട കെട്ടി ഞങ്ങൾ നിർത്തുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ഒരു അനുഭവം അവിടെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കുർബാന നമുക്കൊരു അനുഭവമായിട്ട് മാറും. അതുകൊണ്ട് 1-ാം ഗഹന്ത പ്രാർത്ഥനയുടെ തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി എന്നച്ഛൻ ചെല്ലുമ്പോൾ നാളെ ഒരു നിമിഷം ഒന്ന് ഓർക്കണം, തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച പ്രത്യാശയോടുകൂടി സമാധാനം അടുത്തു നിൽക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ, ആരോടെങ്കിലും ഹൃദയത്തിൽ അനുരഞ്ജനം നമുക്കറിയാതെ ഉണ്ടെങ്കിൽ, സ്നേഹക്കുറവുണ്ടെങ്കിൽ, അനുരഞ്ജനം ആവശ്യമുണ്ടെങ്കിൽ, അവരുടെ എല്ലാം പ്രതിനിധിയാണ് എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വ്യക്തി എന്നോർത്ത്, കൊറോണ കാലമായതുകൊണ്ട് ഹസ്തദാനമില്ലെങ്കിലും അവിടെ നമ്മൾ അതൊന്ന് ഓർമ്മിക്കണം. പിന്നീട് അച്ഛൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ എന്താണ്, ആശ്വാസപ്പ മടക്കി, മനോഹരമാണത്, നിങ്ങൾ നാളെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, അച്ഛനിങ്ങനെ അത് കോട്ട കെട്ടി നിർത്തുന്നത് പോലെ. ഇനി അതിൻ്റെ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് തിന്മയുടെ സ്വാധീനങ്ങളോ മലിന ചിന്തകളോ നെഗറ്റീവ് ഓർമ്മകളോ പല വിചാരങ്ങളൊന്നും വരരുത്. അപ്പോൾ കോട്ട കെട്ടുന്നത് ഒരനുഭവമായിട്ട് മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, തിരിച്ചോറുകൊണ്ട് അവരെ അങ്ങ് മുദ്ര ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പാവനാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.